ഒരുപാട് സുന്നത്തായ നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു നിസ്കാരം സ്വലാത്തുൽ ഹാജത്ത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു നിശ്ചിത സൂറത്തും അതുപോലെ തന്നെ ചില ആയത്തുകളൊക്കെ ഓതിയിട്ട് മഹാന്മാർ പ്രത്യേകമായി ഹാജത്തിന് വേണ്ടിയിട്ട് പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു നിസ്കാരം പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കെന്തെങ്കിലും മനസ്സിൽ മുറാദുണ്ട് എങ്കിൽ, പൂർത്തിയാകാൻ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ, ഈ നിസ്കാരം നിസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്താൽ അത് പൂർത്തിയായി കിട്ടുമെന്ന്, നടപ്പായി കിട്ടുമെന്ന് മഹാന്മാർ വിശദീകരിച്ച, പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ഹാജത്ത് നിസ്കാരം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്കത് നേടിയെടുക്കാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ് ഇൻഷാ അല്ലാഹ്. ആർക്കും എപ്പോഴും എങ്ങനെയും ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, നിസ്കരിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള നിസ്കാരം. അള്ളാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. മറ്റുള്ളവരിലേക്കും കൂടെ എത്തിച്ചു കൊടുക്കുക. വീഡിയോ മുഴുവനായി കേൾക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പല ആളുകളും ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പല വിഷമങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞവരുണ്ട്. അപ്പോൾ എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്ന ആളുകൾ, അപ്പോൾ അവർക്കൊക്കെ വ്യത്യസ്തങ്ങളായ പരിഹാര മാർഗ്ഗങ്ങൾ അവർ പറഞ്ഞ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് നോക്കി എന്താണോ അതിന് യഥാർത്ഥ ഫലം കിട്ടുന്നത്, അതിന് ഏറ്റവും ഉചിതമായത് അത് ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും അത് കിട്ടിയിട്ട് അവർക്ക് മൻഫഅത്ത് കിട്ടിയവർ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അത് കേട്ടപ്പോൾ വലിയ സന്തോഷം. അക്കൂട്ടത്തിൽ കിതാബുകൾ കാണാൻ കഴിഞ്ഞ ഒരു സ്വലാത്തുൽ ഹാജത്ത്, നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതൊന്ന് നിർവഹിച്ച് കിട്ടാൻ, അതൊന്ന് നിറവേറ്റി കിട്ടാൻ, അതൊന്ന് പൂർത്തിയാക്കി കിട്ടാൻ എന്ത് ചെയ്യുക, 2 റക്അത്ത് സ്വല്ലി റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു ചെറിയ ഹാജത്ത് നിസ്കാരം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റിയ, ചെയ്യാൻ എളുപ്പമുള്ള ഇൻഷാ അല്ലാഹ് ഒരു നിസ്കാരം. തഖ്റഉ ഫീ കുല്ലി വാഹിദത്തിൻ മിൻഹുമാ സൂറത്തുൽ ഹംദി. ഈ നിസ്കാരം നിസ്കരിക്കുന്ന രൂപം നമ്മൾ സാധാരണ ഹാജത്തിൻ്റെ 2 റക്അത്ത് നിസ്കാരം അള്ളാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നമ്മുടെ മനസ്സിൽ എന്താണോ മുറാദ് അത് മനസ്സിൽ കരുതിക്കൊണ്ട്, ആ ഒരു ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതിയിട്ട് കൈകെട്ടി വജ്ഹ് തോതിയ ശേഷം സൂറത്തുൽ ഹംദ്, അതായത് സൂറത്തുൽ ഫാത്തിഹ ഓതി, അതിനുശേഷം സുമ്മ അശറ മറാത്തിൻ 10 തവണ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തു'തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി وتخرج الميت من الحي وترزق من تشاء بغير حساب. ആലി ഇമ്രാൻ സൂറത്തിലെ 26, 27 ആയത്തുകളാണ് ഞാൻ ഓതിയത്. ആലി ഇമ്രാൻ സൂറത്തിലെ 26, 27 ആയത്തുകൾ. ഈ 2 ആയത്തുകളും 10 തവണ ഓതുക. ഈ 2 ആയത്തുകളും ചേർത്തിട്ട് 10 തവണ, ആദ്യം ഫാത്തിഹ ഓതിയതിന് ശേഷം 10 തവണ ഈ ആയത്ത് ഓതി, ഒന്നാമത്തെ റക്അത്തിൽ ഓതി എന്ത് ചെയ്യുക, റുക്കൂ ചെയ്തു, എഴുത്തിദാല്, സുജൂദ് ചെയ്തു, 2ാമത്തെ റക്അത്തിലേക്ക് വന്നു, സെയിം ഇത് തന്നെ വീണ്ടും ഓതുക. ഫാത്തിഹയും ഈ ആയത്തുകൾ 10 തവണ ഓതി. ഇതിന് ശേഷം ആയത്ത് ഓതി നമ്മൾ നിസ്കാരം കഴിഞ്ഞു, സലാം ബഅദ തസ്ലീമി, സലാം വീട്ടിയ ശേഷം ഖുൽ അശറ മറാത്തിൻ, വീണ്ടും 10 തവണ പറയണം ഈ പറയുന്ന ദിക്ർ. ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ പറയണം. ഏതാണ് ദിക്ർ? യാ അർഹമർ റഹീമീന വ അന്ത ഖൈറുർ റാസിഖീൻ. എന്താ ദിക്ർ? യാ അർഹമർ റഹീമീന വ അന്ത ഖൈറുർ റാസിഖീൻ. യാ അർഹമർ റഹീമീൻ, റഹ്മത്ത് ചെയ്യുന്ന കാരുണ്യവാന്മാരായ മുഴുവൻ ആളുകളിലും ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനായ അല്ലാഹ്. വ അന്ത ഖൈറുർ റാസിഖീൻ, നീയാണ് റിസ്ക് നൽകുന്നവർ, റാസിഖീങ്ങളായവരിൽ ഏറ്റവും ഖൈറായവൻ നീയാണ്. കാരണം എന്താ? റിസ്ക് നൽകിയതിന് കണക്ക് ചോദിക്കാത്ത ആളാണ്. റിസ്ക് നൽകിയതിന് പ്രതിഫലമായിട്ട് തിരിച്ചൊന്നും ചോദിക്കാത്തവൻ നീയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് റിസ്ക് നൽകുന്നവരിൽ ഏറ്റവും അഫ്ളലായവൻ, ഏറ്റവും ഖൈറായവൻ നീയാണ് അല്ലാഹ് എന്ന് ഈ അർത്ഥം വരുന്ന, ആശയം വരുന്ന ഈ ഒരു ദിക്ർ സലാം വീട്ടിയ ശേഷം 10 തവണ ചൊല്ലി സുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. പിന്നെ അശ്റ മറാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലും നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും 10 തവണ സ്വലാത്തില്ല.
നബി തങ്ങളുടെ പേര് അതെങ്ങനെ ചൊല്ലേണ്ട? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അത് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഈ ഒരു സ്വലാത്ത് 10 തവണ ചൊല്ലി. ഇപ്പോൾ ചൊല്ലേണ്ട രൂപം ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നുകൂടെ അവസാനം വിശദീകരിച്ച് തരാം. അതിനുശേഷം സുമ്മസ്ജുദ്, അത് കഴിഞ്ഞ ഉടനെ ഒരു സുജൂദ് ചെയ്യുക. സുജൂദ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ശുക്റിൻ്റെ സുജൂദ് ചെയ്യാറുണ്ട്. അതുപോലെ തിലാവത്തിൻ്റെ നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്തതിന് സജദയുടെ ആയത്ത് ഓതുമ്പോഴുള്ള സുജൂദ്, അങ്ങനെ പല സുജൂദുകൾ ചെയ്യാറുണ്ട്. ഇതും എന്ത് ചെയ്യുക, ഒരു അള്ളാഹുവിനോട് നമ്മളുടെ ആവശ്യങ്ങൾ തേടാനുള്ള ഒരു സുജൂദ്. റബ്ബിൻ്റെ മുമ്പിൽ എപ്പോഴും സുജൂദ് ചെയ്യാം, അതിന് വിഷയമൊന്നുമില്ല. നജസല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അശുദ്ധി അല്ലാത്ത സമയത്ത് എപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാം, ഇല്ലേ? അതിന് സുന്നത്തായ സുജൂദുകൾ നമുക്ക് അധികരിപ്പിക്കാം. സുജൂദ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ സുജൂദിൽ അവൻ പറയണം റബ്ബനഗ്ഫിർ ലനാ വർഹംനാ വഹബ് ലനാ മുൽക്കൻ ലാ യംബഗീ ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. ഇത് വലിയൊരു ചോദ്യമാണ്. അല്ലാഹുവേ, റബ്ബനഗ്ഫിർ ലനാ വർഹംനാ, അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. വഹബ് ലനാ മുൽക്ക, ഞങ്ങൾക്ക് നീ അധികാരം നൽകണേ അല്ലാഹ്. അധികാരം പല അധികാരമുണ്ട്, പല രൂപത്തിലുള്ള അധികാരങ്ങളുണ്ട്. ലാ യംബഗീ ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഒരാൾക്കും യോജ്യമല്ലാത്ത അല്ലെങ്കിൽ ഒരാൾക്കും നൽകപ്പെടാത്ത ഒരു അധികാരം എനിക്ക് നീ നൽകണേ അല്ലാഹ്. നിനക്ക് വലിയ സ്ഥാനം നൽകണേ എന്നാണ് ചോദിച്ചത്. വലിയൊരു മഹത്വമുള്ള സ്ഥാനം നീ നൽകണേ അല്ലാഹ്. ഇന്നക അന്തൽ വഹാബ്, നീയാണ് ഏറ്റവും വലിയ ഹിബത്തായി വെറുതെ നൽകുന്നവൻ നീയാണ്, ഒന്നും തിരിച്ചു വയ്ക്കാതെ നൽകുന്നവൻ നീയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ഏറ്റവും ഖൈറായവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ ഒരു ചോദ്യം റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് ദുആ ചെയ്യണം. അള്ളാഹുവെ, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നീ ഏറ്റെടുക്കണേ അല്ലാഹ്, നീ ഒന്ന് പരിഹരിച്ച് നൽകണേ അല്ലാഹ്, ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നീ ഖൈറ് നൽകണേ അല്ലാഹ്. മനസ്സിൽ നല്ലൊരു മുറാദ് ഉണ്ടാകും. ചിലപ്പോൾ സമ്പന്നനാകണമെന്നായിരിക്കും. സമ്പത്ത് ലഭിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന് ഒരു റാഹത്തുള്ള ജീവിതം കിട്ടുക എന്നായിരിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് മറ്റേതെങ്കിലും അസുഖങ്ങൾ മാറണമെന്നായിരിക്കും, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടണമെന്നായിരിക്കും. എന്താണ് ഉദ്ദേശം? വിവാഹം ശരിയാകണമെന്നായിരിക്കും. എന്ത് ഹാജത്താണെങ്കിലും അത് മനസ്സിൽ കരുതിക്കൊണ്ട് ഇത്തരത്തിൽ ഒരാൾ ഹാജത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യം റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് നിസ്കരിച്ച് നോക്കാം. നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ റബ്ബിൻ്റെ മുമ്പിൽ ഇൻഷാ അല്ലാഹ് ആ ഒരു ദുആ, ഈ ഒരു ദുആ പതിവാക്കിക്കൊണ്ട്, ഈ ഒരു ദുആ ചെയ്തുകൊണ്ട് ആ നിസ്കാരം നമുക്ക് നിർവഹിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. എല്ലാ കാര്യങ്ങളും സ്വസ്ഥതയുള്ള സമാധാനമുള്ള രൂപത്തിൽ നല്ല ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെടും. അള്ളാഹു ഖൈറിൻ്റെ വഴികളിൽ നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.